സിസ്റ്ററെ, എന്തു പറ്റി? പേഷ്യന്റിന് ബോധം വീണെന്ന് തോന്നുന്നു. ചെറിയ കണക്കുണ്ട്. ഈശ്വരൻ കാത്തു. വിശാലിന് ബോധം വീണോ? ഡോക്ടർ വന്ന് നോക്കട്ടെ, എന്നിട്ട് കൃത്യമായിട്ട് പറയാം. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. മോളെ, അച്ഛൻ, പാർവതി പറഞ്ഞതുപോലെ ജ്യോതി ഒന്നും സംഭവിക്കില്ല അച്ഛാ. ഞാൻ പോയി ഈ വിവരം പറഞ്ഞ് പെട്ടെന്ന് പാർവതി വിളിച്ചോണ്ട് വരാം. ചെല്ല്. എന്താ ഗാർഗി? ബ്രോയ്ക്ക് ബോധം വീണു. ഗാർഗി, ബ്രോയ്ക്ക് ബോധം വീണു പാർവതി. ഇതാ ബോധം വീണു പാർവതി. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്റെ ഉദയനൊരമ്മ, നീ വാ, നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. അവിടെ ബ്രോ ഇപ്പോ നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. നീ വാ. എനിക്കിപ്പൊ തന്നെ സാറിനെ കാണണം. എന്റെ ദൈവങ്ങളെ, നിങ്ങള് എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഉദയനൂരമ്മ, അമ്മ സാറിനെ കാത്തു രക്ഷിച്ചല്ലോ. ഇതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പ്രണാമം, കോടി കോടി പ്രണാമം. നീ വാ പാർവതി, വാ. നമ്മുടെ വിശാലിന് ബോധം വന്നടാ. അവൻ കണ്ണു തുറന്നു. ഉദയനൂരമ്മ തുണച്ചതാ. എനിക്ക് വിശാൽ സാറിനെ ഒന്ന് കാണണം. അവൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നീ വന്നാൽ ഉടനെ അകത്തേക്ക് കയറ്റിവിടാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നീ ചെല്ലു മോളെ. ഗാർഗി മോളെ, നീ ഇവിടെ നിന്നേ. അകത്തേക്ക് ഒരാൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പാർവതി ചെല്ലട്ടെ. ചെല്ലു മോളെ. ശരി, എന്ന് പാർവതി ചെല്ല. ശ്രദ്ധിച്ച് ചെന്നാ മതി.
He is perfectly all right. ഡോക്ടർ ആ വരൂ. ഇനി സംസാരിച്ചോളൂ. സർ, പാർവതി, സർ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ പാർവതി. ഒന്നും പറ്റിയിട്ടില്ല സർ. സാറിനും ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇത്രയും നേരം സാറിന് ഓർമ്മ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. സാറിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു കുഴപ്പവും വരുത്താതെ ഉദയന്നൂരമ്മ സാറിനെ കാത്തോളും. ചേച്ചി എന്താ ചേച്ചി പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യവടാ. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ശ്ശേ, അവൻ കോമയിൽ കിടന്ന് തന്നെ ചാവൂന്ന് ഞാൻ കരുതി. ആ സന്തോഷത്തിലായിരുന്നു ഞാൻ. ഇപ്പം എല്ലാം നശിച്ചില്ലേ? അവന്റെ സമയം കൊള്ളാം. ആയുസിന്റെ ബലമൊന്നല്ലാതെ എന്ത് പറയാനാ? അതുകൊണ്ടാ അവൻ ചാവാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്തായാലും നമ്മൾ വിരിച്ച വലയിൽ നിന്നും രണ്ടും രക്ഷപ്പെട്ടു. ശ്ശേ, ഇത് വല്ലാത്ത തിരിച്ചടിയായി പോയല്ലേ ചേച്ചി? അങ്ങനെ നിരാശപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് വിശാല് പുറത്തേക്ക് വരാൻ എങ്ങനെയും കുറച്ചു ദിവസം എടുക്കും. അത്രയും ദിവസം പാർവതിയും അവന്റെ ഒപ്പം ഇവിടെ തന്നെ കാണും. അതിനുള്ളിൽ പാർവതിയും വിശാലും ആരെയാണ് കാണാൻ പോയതെന്ന് നമ്മൾ കണ്ടെത്തണം. അവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകില് അവര് കാണാൻ പോയ ആളിനെ നമുക്ക് വിലക്കെടുക്കണം, അല്ലെങ്കിൽ അവനെ തീർത്തു കളയണം. അത് മാത്രമേ ഉള്ളൂ നമുക്കിനി രക്ഷ. ചേച്ചി ടെൻഷൻ അടിക്കാതിരിക്കും. അവനെ ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കാം. ഡോക്ടർ, ഇനി പേടിക്കാനൊന്നുമില്ല. ഹി സർവൈവ് ദ ആക്സിഡന്റ്. അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. വളരെ ക്രിട്ടിക്കലായ കണ്ടീഷനാണ് വിശാൽ അതിജീവിച്ചത്. ശരിക്കും ഇതൊരു മിറാക്കിൾ ആണെന്ന് തന്നെ പറയാം. ദൈവമേ. മെഡിക്കൽ മിറാക്കിൾ. വിശാൽ എങ്ങനെയാണ് ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് തിരികെ വന്നതെന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിരിക്കുന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഡോക്ടർ. എന്തായാലും ആപത്തൊന്നും ഇല്ലാതെ അവനെ തിരികെ കിട്ടിയല്ലോ ഡോക്ടർ. ഇപ്പോഴാ സമാധാനമായത്. ഡോക്ടർ, എന്റെ മോൻ അവൻ രക്ഷപ്പെട്ടു അല്ലേ? അതെ. ഇനി വിശാലിനെ കുറിച്ച് ഓർത്ത് അമ്മ പേടിക്കുകയും സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഹി വിൽ ബി പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഓക്കെ?
കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വിശാൽ പൂർണ്ണ ആരോഗ്യവാനാകും. ആ പഴയതുപോലെ തന്നെ വിശാലിനെ നിങ്ങൾക്ക് തിരികെ കിട്ടും. അതുവരേക്കും വിശാലിനെ ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. എന്റെ മോനെ രക്ഷിച്ചതിന് ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഡോക്ടർ. പറയണം ഡോക്ടർ, എന്റെ മോനെ രക്ഷിച്ചതിന് ഞാൻ എന്താ ഡോക്ടർക്ക് തരേണ്ടത്? ആ ഡോക്ടർ എന്ത് ചോദിച്ചാലും ഞാനത് തരും. ചോദിക്കണം ഡോക്ടർ, എന്തായാലും ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. അയ്യോ, എനിക്കൊന്നും വേണ്ട. ഇതെല്ലാം ദൈവത്തിന്റെ കാരുണ്യമാണ്. ഒരു ഡോക്ടറിനും മെഡിസിൻസിനും ചെയ്യാവുന്നതിലപ്പുറമാണ് വിശാലിന്റെ കേസിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ മുകളിൽ ഓരോ വ്യക്തികളുടെയും വിശ്വാസവും ധൈര്യവുമാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വിശാലിന്റെ സ്പീഡി റിക്കവറിക്ക് ഞാൻ കാണുന്നത് മാഡത്തിന്റെ മരുമകളുടെ ദൈവവിശ്വാസവും പ്രാർത്ഥനയുമാണ്. ആ കുട്ടിയുടെ പ്രാർത്ഥനയാണ് വിശാലിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് നൽകുന്നതാണ് നല്ലത്. ശരി. ഡോക്ടർ പറഞ്ഞത് ശരിയാ. പാർവതിയുടെ പ്രാർത്ഥന തന്നെയാണ് ബ്രോയെ രക്ഷിച്ചത്. ഈ നേരം വരെ അവൾ ഇവിടെ ക്ഷേത്രത്തിൽ ബ്രോയ്ക്ക് വേണ്ടി ഉള്ളൊരുക്കി കരഞ്ഞപേക്ഷിക്കുകയായിരുന്നു. ഞാനൊന്ന് കാണട്ടെ. പ്രഭാവതി, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. പാർവതി ഇറങ്ങട്ടെ. ഒരേ സമയം ഒരാൾക്ക് മാത്രമേ വിശാലിന്റെ അടുത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. അങ്ങനെയാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഗോപിയുടെ അങ്ങനെയൊന്നും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ ഇപ്പൊ കണ്ടേ പറ്റുള്ളൂ. പ്രഭാവതി, എനിക്ക് അവനെ കാണണം. എനിക്ക് അവനെ കണ്ടേ പറ്റൂ. പ്രഭാവതി, അമ്മ വിശാൽ, അയ്യോ എന്റെ കുഞ്ഞിനെന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ. ഈ അമ്മയ്ക്ക് ഇതൊന്നും കാണാൻ വയ്യേ. മോനെ, നിനക്ക് എങ്ങനെയാ മോനെ ഈ അപകടം പറ്റിയ? ഏത് ദുഷ്ടനാ എന്റെ കുഞ്ഞിനെ വണ്ടി അടിച്ചിട്ടത്? എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയവൻ, അവൻ ആരായാലും അവന്റെ തല പൊട്ടിത്തെറിക്കും. എന്താ ഇത്? അയ്യോ, ഇതിനകത്താണോ ബഹളം വെക്കുന്നത്? എന്റെ കുഞ്ഞ്, നിന്നെ ഇങ്ങനെ കണ്ടിട്ട് അമ്മയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ്റുവോടാ? എനിക്കൊന്നും അറിയാൻ വയ്യ. എന്റെ ദൈവമേ, എന്റെ കാല് ഓടുന്നില്ല, കൈ ഓടുന്നില്ല. അമ്മ, വിശാൽ സാറിന് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പരിശോധിച്ചിട്ട് ഇപ്പൊ പോയതേ ഉള്ളൂ. അത് ഞാൻ അറിഞ്ഞു. പുറത്തു വെച്ച് ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. അതറിഞ്ഞെങ്കിൽ
പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ബഹളം കൂട്ടുന്നേ? എടാ, എന്റെ സങ്കടം അത്രയ്ക്കുണ്ട് മോനെ. എന്റെ ദൈവമേ, നിനക്ക് പകരം എനിക്കാ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ എല്ലാം ഞാൻ സഹിച്ചേനെ. പക്ഷെ മോനെ, നിന്നെ ഓർക്കുമ്പോ എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല മോനെ. അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് ഞാൻ നിന്നോട് ചോദിച്ചതാ, ഇത്ര ധൃതി വെച്ച് നീ എങ്ങോട്ടാ പോകുന്നതെന്ന്. പക്ഷെ നീ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേ എനിക്ക് എന്റെ മനസ്സിൽ എന്തോ ഒരു പന്തികേട് തോന്നിയതാ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്തിനാ കുഞ്ഞേ? കുറ്റം മുഴുവൻ എന്റെ തലയിലായി ഇപ്പൊ എല്ലാവരും ആക്കിയിരിക്കുന്നത്. എന്ത് കുറ്റം? പാർവതി, നീ പറയ. അമ്മേ, എനിക്കൊന്നുമില്ല. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തും. പാർവതി, നീ ഒന്ന് അമ്മയെ സമാധാനിപ്പിക്കേ. എപ്പോഴും മുതിർന്നവര് പറയുന്നത് കേൾക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവും. സൂക്ഷിച്ചു. അയ്യോ എന്റെ കുഞ്ഞ്. ഇയാള് മരിച്ചുപോയി എന്നാണല്ലോ ചേച്ചി പറഞ്ഞത്. എന്നിട്ടിപ്പോ ഇയാള് ജീവനോടെ നിൽക്കുകയാണല്ലോ. പണി പാളിയോ? ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാവുന്നുണ്ട്. ഇയാളെ കാണിച്ചു കൊടുത്ത് ചേച്ചിയുടെ കള്ളക്കളി വെളിച്ചത്താക്കാനായിരിക്കും പാർവതി വിശാലിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയത്. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഇപ്പൊ തന്നെ ചേച്ചി വിളിച്ചറിയിക്കണം. ചേച്ചി ഫോൺ എടുക്ക്. ഹലോ, എന്താ പ്രതാപ? ചേച്ചി, അതെ, കുളം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുക. എന്താ നീ കാര്യം പറയേ? ചേച്ചി എന്ന് ചേച്ചിയുടെ മുൻ ഭർത്താവാണെന്ന് പറഞ്ഞ് ഒരാളുടെ ഫോട്ടോ വിശാലിനെയും പാർവതിയെയും എന്നെയൊക്കെ കാണിച്ചു തന്നില്ലേ? ആ, അതിനിപ്പോ എന്താ? ചേച്ചി ചത്തുപോയ ഒരാളുടെ ഫോട്ടോ കാണിച്ചാണ് വിശാലിനെയും പാർവതിയൊക്കെ വിശ്വസിപ്പിച്ചെന്നല്ലേ ചേച്ചി എന്നോട് പറഞ്ഞേ? എടാ നീ കാര്യം പറയേ? ചേച്ചി, അയാൾ ചത്തിട്ടില്ല. പാർവതി ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്ത അയാളെ. ഞാനിപ്പോ അയാളുടെ ഷോപ്പിന് മുന്നിൽ നിൽക്കുക. എടാ, നീ അയാളോട് വല്ലതും സംസാരിച്ചോ? ഇല്ല, ഞാൻ ജസ്റ്റ് വന്നേ ഉള്ളൂ. ആ, നീ അവിടെ തന്നെ നിൽക്കേ.
അല്പസമയത്തിനകം ഞാൻ അങ്ങോട്ട് വരാം. ഉം.